ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമ്മളെല്ലാവരും ടാറ്റ കർവിനെ പറ്റി ഇപ്പോൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ സ്പൈ ഷോട്ട്സ് ഒക്കെ ആണെങ്കിലും കുറേ വരുന്നുണ്ട്. ആക്ച്വലി ഒരു വർഷത്തിന് മുകളിലായി ഈ വാഹനത്തിൻ്റെ ടെസ്റ്റിംഗ് തുടങ്ങിയിട്ട് ആൻഡ് ഇഷ്ടം പോലെ സ്പൈ ഷോട്ട്സ് ഇതിനുള്ളിൽ വന്നിട്ടുണ്ട്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ വാഹനത്തെ പറ്റി അറിയാം. ഇതിൻ്റെ ഒരു ഷേപ്പ്, അതുപോലെ ഈ വാഹനത്തിൽ ഇവോൾവ് ചെയ്ത് വരാൻ പോകുന്ന പുതിയൊരു സെഗ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇതുവരെ അങ്ങനെ വളരെ പോപ്പുലറായിട്ട് പുറത്ത് വരാതിരുന്ന ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഇമേജസ് ആയിരുന്നു. വന്നിട്ടുണ്ട് കുറച്ചൊക്കെ, പക്ഷേ നമുക്കെന്നാലും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെ ഇരിക്കും, അതിൻ്റെ ലേഔട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ എക്സ്റ്റീരിയറിൽ ക്യാമോഫ്ലാജ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഇൻറ്റീരിയറിൽ മൊത്തം ക്യാമോഫ്ലാജ് വെച്ചിട്ടുള്ള ഇമേജസ് തന്നെയാണ് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഇമേജസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മെയിനായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ആയിരിക്കും. സോ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ക്യാമോഫ്ലാജൊക്കെ ഇതിനകത്തും കാണാം, പക്ഷേ സ്റ്റിയറിംഗ് വീല് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾക്ക് സംഭവം വണ്ടി നെക്സോണിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെങ്കിൽ പോലും ഹാരിയറിലും സഫാരിയിലും അവർ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു സെയിം 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നെക്സോണിൻ്റെ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലല്ല, താഴത്തെ അഡീഷണൽ 2 സ്പോക്കുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെക്സോൺ EVയിലും അതുപോലെ ഹാരിയർ, സഫാരി തുടങ്ങിയ വണ്ടികളിലൊക്കെ കണ്ടതുപോലെ പുറത്ത് ഒരു ബ്ലാക്ക് ഫിനിഷും അതുപോലെ അകത്ത് ഒരു ബേജ് ഫിനിഷുള്ള സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ളൊരു ടച്ചാണ് അവർ പിടിച്ചിരിക്കുന്നതെന്ന് പറയാം. അല്ലാണ്ട് ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്. നമുക്ക് നടുവിൽ ടാറ്റയുടെ ഇലൂമിനേറ്റഡ് ലോഗോ ഉണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഓഡിയോ കൺട്രോൾസ്, റൈറ്റ് സൈഡിൽ ക്രൂസ് കൺട്രോൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ആ ഒരു നടുവിലത്തെ പോർഷൻ, അതായത് AC വെൻസിൻ്റെ ഒക്കെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. നമുക്ക് നെക്സോണിൽ ഇത്തരത്തിലുള്ള AC വെൻസിൻ്റെ ഡിസൈൻ അല്ല വന്നിരുന്നത്. എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ സെൻട്രൽ കൺസോൾ അവർ പൂർണ്ണമായിട്ടും നെക്സോണിൻ്റെ അതുപോലെ തന്നെ എടുത്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടും നമുക്ക് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളെ ഒക്കെ പ്രതീക്ഷിക്കുക. ഇപ്പം AC വെൻസിൻ്റെ ഡിസൈനിൽ വ്യത്യാസമാണെന്ന് പറഞ്ഞാൽ തന്നെ അവർ ആ ഒരു സെൻട്രൽ കൺസോളിൻ്റെ മിഡിൽ ഏരിയ കുറച്ചൊക്കെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഫീച്ചേഴ്സൊക്കെ കോമൺ ആയിരിക്കും കേട്ടോ. നമ്മുടെ 10.25 ഇഞ്ചസിൻ്റെ ടച്ച് സ്ക്രീൻ ഫോട്ടോയിം സിസ്റ്റം, അതുപോലെ 10.25 ഇഞ്ചസിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഇതൊക്കെ വരാൻ പോകുന്ന എക്സാക്ട്ലി സെയിം തന്നെയായിരിക്കും. പക്ഷേ ബാക്കി കുറച്ച് കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാകും. പിന്നെ നടുവിലത്തെ ആ ഒരു കൺസോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെയും കോ ഡ്രൈവർ സീറ്റിൻ്റെ ഇടയിൽ വരുന്ന പോർഷൻ നോക്കുകയാണെങ്കിൽ അത് നെക്സോണിലും അതുപോലെ ഈ വണ്ടിയിലും നല്ല സിമിലാരിറ്റി ഉണ്ട്. നമുക്ക് ആ ഒരു പാർട്ടീഷനും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന ഈ സ്റ്റോറേജ് ഏരിയ ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ അവർ അത്യാവശ്യം സിമിലാരിറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സോണിലുള്ള പോലത്തെ ആ ഒരു സെയിം കൺസോളാണ് അവരവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫോട്ടോയിൽ അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണാം. അത് കവർ ചെയ്തിട്ടുണ്ടെന്നാൽ പോലും നമ്മുടെ ഒരു സെൻറ്റർ ആംബ്രസ്റ്റൊക്കെ ഏകദേശം നെക്സോണിൽ വരുന്ന പോലെ തന്നെയാണ്. അതുപോലെ നെക്സോണിൽ നമുക്ക് സ്പോർട്ട്, ഈക്കോ, സിറ്റി എന്ന് പറഞ്ഞ് 3 ഡ്രൈവ് മോഡ്സ് ഉണ്ടല്ലോ, അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു സെയിം റോട്ടറി നോബ് തന്നെയാണ് ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. പിന്നെ നെക്സോണിൽ വരുന്ന പോലെ നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ബേസ് ഫിനിഷിലാണ് കിട്ടുന്നത്. നെക്സോണിൻ്റെ EVയിലൊക്കെ ഒരു ബേസ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സാധാരണ നെക്സോണിൻ്റെ ഡാർക്ക് എഡിഷനൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം ബ്ലാക്കിലായിരിക്കും കിട്ടുന്നത്. ഈവൻ സാധാരണ നെക്സോണിൻ്റെ വേരിയൻസ് എടുക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് നമുക്ക് ബ്ലാക്ക് ഇൻറ്റീരിയർ തന്നെയാണ് വരുന്നത്. പക്ഷേ റൂഫ് ലൈനിങ്ങും അങ്ങനത്തെ സാധനങ്ങളൊന്നും ബ്ലാക്ക് അല്ല എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. പിന്നെ ഇതിൻ്റെ ഡോർ പാഡ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം എക്സാക്ട്ലി സെയിം ഡോർ പാഡ്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസിൻ്റെ ഡിസൈനും നമ്മൾ നെക്സോണിൽ കണ്ട അതേ സംഭവം തന്നെയാണ് വരുന്നത്. ആൻഡ് ഈവൻ നമ്മുടെ പവർ വിൻഡോ കൺട്രോൾസ്, അതും പഴയ ആ ഒരു വിസ്തമോലൊക്കെ അവർ ഉപയോഗിച്ച് വന്നിരുന്ന ആ കൺട്രോൾസ് തന്നെയാണ് ഇതിൻ്റെ അകത്തും കൊടുക്കുന്നത്. പിന്നെ സീറ്റ്സിൻ്റെ ഡിസൈൻ അതും നമുക്ക് നെക്സോണിൽ കിട്ടിയിരുന്ന ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ മിക്കവാറും സെയിം സീറ്റ്സ് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു വാഹനത്തിന് ലഭിക്കാൻ പോകുന്നത്. ഈ വണ്ടിയുടെ ക്യാബിൻ എന്തായാലും ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് വരാൻ പോകുന്നത് എന്നുള്ള നമുക്ക് ഈ മൊത്തത്തിലുള്ള ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ കണ്ടാൽ മനസ്സിലാക്കാവുന്നുള്ളൂ. നെക്സോണിൽ ഒരു ബ്ലാക്ക് തീം പിടിച്ചെങ്കിലും ഇതിനകത്ത് ഡ്യുവൽ ടോൺ ആണ് വരുന്നത്. ഈവൻ നമ്മുടെ ഹാരിയറിലും അവരൊരു ഡാർക്ക് തീമാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ സഫാരിയിൽ ഡ്യുവൽ ടോൺ ഉണ്ട്. അതായത് ഹാരിയറിൻ്റെ പ്രീമിയം മോഡലായ സഫാരിയിൽ ഡ്യുവൽ ടോൺ ഫിനിഷ് കൊടുത്തു. നെക്സോണിൻ്റെ ഒരു പ്രീമിയം വേർഷനായ കർവിലും അവരിപ്പോൾ ഡ്യുവൽ ടോൺ ഫിനിഷ് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് കുറച്ചൊക്കെ പ്രീമിയം ഫീച്ചേഴ്സ് ഇതിനകത്ത് കിട്ടും. ഫോർ എക്സാമ്പിൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഈ വാഹനത്തിൽ ആദ്യമായിട്ടായിരിക്കും ടാറ്റയുടെ ലൈനപ്പിൽ അവർ കൊണ്ടുവരാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഡ്യുവൽ സോൺ AC ഒക്കെ പ്രതീക്ഷിക്കാം. അതൊക്കെ ഹാരിയറിലുള്ള ഫീച്ചേഴ്സ് ആണല്ലോ. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ നെക്സോണായിട്ട് സിമിലർ ആയിരിക്കും. ഇതിൻ്റെ AC കൺട്രോൾ പാനലൊക്കെ അവർ ടച്ച് ഫിനിഷിൽ തന്നെയായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നെക്സോണിലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ വയർലെസ് ചാർജർ ആയിക്കോട്ടെ, അതുപോലെ ഫ്രണ്ടിൽ വരുന്ന 2 വെന്റിലേറ്റഡ് സീറ്റ്സ് ആയിക്കോട്ടെ, പിന്നെ എയർ പ്യൂരിഫയറിൻ്റെ ഒരു സംവിധാനം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ തീർച്ചയായും നമുക്ക് നെക്സോണിൽ കിട്ടുന്ന പോലെയൊക്കെ തന്നെയായിരിക്കും. പിന്നെ ഇതിനകത്ത് ചിലപ്പോൾ പാനോറാമിക് സൺറൂഫും ടാറ്റ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഈ വണ്ടി പറഞ്ഞു വരുമ്പം കൂപ്പെ SUV എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലും മിക്കവാറും ഇതിൻ്റെ മെയിൻ ഡ്രൈവറായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ക്രെറ്റ, സെൽറ്റോസ്, ടൈഗൺ, കുഷാക്ക്, ആസ്റ്റർ, അതുപോലെ ഹൈ റൈഡർ, ഗ്രാൻഡ് വിറ്റാര ഇങ്ങനത്തെ വണ്ടികളൊക്കെ ആയിരിക്കും.
അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ആ വണ്ടികളിൽ ഇപ്പോൾ ഒരു പകുതി വണ്ടികളിലും ആ സെഗ്മെൻറ്റിൽ പാനോറാമിക് സൺറൂഫ് അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ ടാറ്റയും ഈ വണ്ടിയിൽ ആ ഒരു സംഭവം പിടിച്ച് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം സെയിൽ കൂടുതൽ കിട്ടും. ടാറ്റയും സൺറൂഫിൻ്റെ കാര്യത്തിൽ വളരെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു കമ്പനിയാണല്ലോ. ഇൻഫാക്റ്റ് അവർ നമ്മുടെ നെക്സോണിൽ വരെ ഇപ്പോൾ പാനോറാമിക് സൺറൂഫ് വെച്ച് ടെസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ വണ്ടി വരുന്ന സമയത്ത് പാനോറാമിക് സൺറൂഫ് തീർച്ചയായും എക്സ്പെക്റ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സ്റ്റീരിയറിലൊക്കെ വരാൻ പോകുന്ന സാധനങ്ങൾ, അതായത് അലോയ് വീൽസ് ആയിക്കോട്ടെ 17 ഇഞ്ച് അലോയ്സ് ആയിരിക്കും മിക്കവാറും കൊടുക്കാൻ പോകുന്നത്. കാരണം നെക്സോണിൽ ഓൾറെഡി 16 ഇഞ്ച് ഉണ്ട്, ആൻഡ് അവർ ഹാരിയറിൽ 18 ഇഞ്ച് കൊടുക്കുന്നുണ്ട്, സഫാരിയിൽ 19 ഇഞ്ച് ഉണ്ട്. ഈവൻ ഹാരിയറിൻ്റെ ഡാർക്ക് എഡിഷനിൽ അവർ ഓൾറെഡി 19 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി സ്റ്റൈലിംഗ് ആസെറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു രൂപകൽപ്പന നമുക്ക് നെക്സോണായിട്ട് വളരെ സിമിലറായിട്ട് തോന്നും. കാരണം സെയിം നമ്മുടെ ഇൻഡിക്ക വിസ്റ്റയുടെ പഴയ X1 ആർക്കിടെക്ചറിൽ തന്നെയാണ് ഈ ഒരു വാഹനം ബേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ടാറ്റ വണ്ടികളുടെ പൊതുവെയുള്ളൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാ വണ്ടികളുടെയും ഫ്രണ്ട് ഫേസിയ ഒരേപോലെ ഇരിക്കും. അത് ഈ വാഹനത്തിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് നെക്സോണിലും അതുപോലെ പുതിയ പഞ്ച് EV, ഹാരിയർ, സഫാരി, ഇതിനകത്ത് എല്ലാത്തിലും വരുന്ന ആ ഒരു സെയിം ലൈറ്റിംഗ് സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സ് ഉണ്ട്, ടോപ്പ് പോർഷനിൽ DRLs വരുന്നുണ്ട് വിത്ത് സൈഡ് ഇൻഡിക്കേറ്റേഴ്സ്. അതുപോലെ താഴത്തായിട്ട് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, കോർണറിംഗ് ഫോഗ് ലാംപ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ വളരെ കോമൺ ആണ്. നമ്മൾ മിക്ക ടാറ്റ വണ്ടികളും ഈ ഒരു സെയിം ഫേസിയാണ് കാണുന്നത്. പക്ഷേ എപ്പോഴും പറയുന്ന പോലെ തന്നെ തീർച്ചയായും ഈ വാഹനത്തിൻ്റെ റിയർ ഡിസൈനിൽ കമ്പാരിറ്റീവ്ലി നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. നെക്സോൺ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സ്ലീക്ക് ആയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തീർച്ചയായും ഇതൊരു കൂപ്പ SUV ആണ്, ആൻഡ് അബവ് 4 മീറ്റർ കാറ്റഗറിയിൽ വരുന്ന വാഹനമായതുകൊണ്ട് തന്നെ ഏകദേശം 4.2 to 4.3 മീറ്റേഴ്സിനിടയിൽ ഇതിന് ലെങ്ത്തും വരുന്നുണ്ട്. നെക്സോൺ നമുക്കറിയാം സബ് 4 മീറ്റർ കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു വാഹനമായിരിക്കും ഇത് ലെങ്ത് വൈസ്. അത് പ്രൂവ് ചെയ്യുന്ന കുറച്ച് സ്പൈ ഷോട്ട്സും ഈ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ആ ബാക്കിലത്തെ ഡോറിൻ്റെയും ഫ്രണ്ടിലത്തെ ഡോറിൻ്റെയും ഡിസൈൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് ബാക്കിലേക്ക് വരുന്ന ഒരു പോർഷൻ വരെ മൊത്തത്തിൽ നെക്സോൺ തന്നെയാണ് എന്നുള്ളത്. ജസ്റ്റ് ആ ഒരു ബാക്കിലത്തെ എക്സ്റ്റൻഡ് ഏരിയ മാത്രമാണ് അവർ നെക്സോണിൽ നിന്ന് ഒരു ഇത്തിരി വലിച്ചു നീട്ടി കുറച്ച് വ്യത്യസ്തത കൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അത് അറ്റ്ലീസ്റ്റ് അത് നന്നായി. കാരണം വ്യത്യസ്തത അവിടെയെങ്കിലും നമുക്ക് വരുന്നുണ്ട്. അവരൊരു സാധാരണ SUV, അതായത് ഇപ്പം ക്രെറ്റ പോലത്തെ ഒരു നോർമൽ SUV ഉണ്ടാക്കിയിരുന്നെങ്കിൽ മിക്കവാറും റിയർ പ്രൊഫൈൽ ഏകദേശം നെക്സോൺ പോലെ തന്നെ ഇരുന്നേനെ. പക്ഷേ ഇതിപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമുണ്ട്. ഈ വണ്ടി ആക്ച്വലി നമ്മുടെ നെക്സോൺ CNGയിലൂടെ ടെസ്റ്റിങ്ങിനിടയിൽ സ്പോട്ട് ചെയ്യപ്പെട്ടതാണ്. ഇങ്ങനെയാണ് രണ്ട് വണ്ടികളും ഒരുമിച്ച് വന്നത്. എനിവേ ഇതിൻ്റെ എഞ്ചിനെ പറ്റിയായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം ഉണ്ടായിരുന്ന ഇടയ്ക്ക് വെച്ച്. കാരണം നമുക്കറിയാം നെക്സോണിൽ വരുന്ന എഞ്ചിൻ MPFI ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. പക്ഷേ ഈ വണ്ടിയിൽ ടാറ്റ കഴിഞ്ഞ വർഷം ഓട്ടോ എക്സ്പോയിൽ കാണിച്ച ടർബോ ഗ്യാസോലിൻ ഡാർക്ക് ഇഞ്ചക്ഷൻ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള 1.23 സിലിണ്ടർ ടർബോ പെട്രോൾ ആയിരിക്കും വരുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇതിനെ നെക്സോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 5 PS പവർ കൂടുതലാണ്. അതുപോലെ ടോർക്ക് 55 ന്യൂട്ടൺ മീറ്റേഴ്സ് ആണ് കൂടുതൽ വരുന്നത്. അത് അത്യാവശ്യം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് തന്നെയാണ്. എന്ന് വെച്ചാൽ 125 PS പവറും അതുപോലെ 225 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് അവർ പറയുന്നത്. ഇതൊക്കെ നമുക്കിപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് പറയുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഈ പവർ ഫിഗേഴ്സ് ഒക്കെ ഒഫീഷ്യലാണ്, കഴിഞ്ഞ വർഷം ടാറ്റ കൺഫേം ചെയ്തതാണ്. പക്ഷേ ഈ വണ്ടിയിൽ ഈ എഞ്ചിൻ തന്നെ കൊടുക്കുമെന്നുള്ള കാര്യം അവർ ഈ അടുത്തൊന്നും കൺഫേം ചെയ്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കറിയില്ല ഇനി എങ്ങാനും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ നെക്സോണിൻ്റെ സെയിം എഞ്ചിൻ വെച്ച് ഇറക്കും എന്നുള്ളതാണ് എൻ്റെ പേടി. എനിവേ ഇതാണിപ്പോൾ നമുക്ക് കർവിനെ പറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്സ്. അധികം വൈകാതെ തന്നെ ഈ വണ്ടിയുടെ ലോഞ്ച് ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.